BC 4000-ൽ സുമേറിയക്കാർ അവളെ ഇനാന എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് വന്ന അക്കാഡിയക്കാരും ബാബിലോണിയക്കാരും ഇസ്താർ എന്ന് നാമകരണം ചെയ്തു. അവൾ സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മാത്രമല്ല, അധികാരത്തിൻ്റെയും ലൈംഗികതയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ഒക്കെ ദേവതയായിരുന്നു. 8 മൂലകളുള്ള നക്ഷത്രമായിരുന്നു അവളുടെ ചിഹ്നം. അത് അവളുടെ ക്ഷേത്രങ്ങളിലും പുരാതന സീലുകളിലും അന്നത്തെ രാജാക്കന്മാരുടെ ആടയാഭരണങ്ങളിലും എല്ലാം പതിപ്പിച്ചിരുന്നു. അവളെ സംരക്ഷിക്കാൻ എപ്പോഴും ഒരു സിംഹം കൂടെ ഉണ്ടായിരുന്നു. പുരാതനമായ ചില ചിത്രീകരണങ്ങളിൽ അവളെ ചിറകുകളോടെ കാണപ്പെട്ടു. ചിലതിൽ അവളുടെ കയ്യിൽ ഒരു വടി കാണിക്കുന്നുണ്ട്. അത് അധികാരത്തിന്റെയോ ശക്തിയുടെയോ പ്രതീകമായിരിക്കാം. പൂർണ്ണമായ യുദ്ധകവചങ്ങൾ അണിഞ്ഞും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞും ഇനാനയെ കാണാം. ഉറുക്കിൽ ഈയന്ന എന്ന അവളുടെ സമ്പന്നമായ ഒരു ക്ഷേത്രമുണ്ട്. അത് അവളുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പ്രതീകം കൂടെയായിരുന്നു. രാജാക്കന്മാർക്ക് അവളുടെ അനുഗ്രഹമില്ലാതെ ഭരിക്കാൻ കഴിയില്ലായിരുന്നു. യുദ്ധങ്ങൾക്ക് മുമ്പ് അവർ അവളുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്നു.